നമസ്കാരം. VCV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ രാകേഷ് കെ ആർ. ആദ്യം പ്രധാന വാർത്തകൾ. ആരോഗ്യ മേഖലയിൽ സമഗ്രമായ മാറ്റങ്ങളും വലിയ തോതിലുള്ള അടിസ്ഥാന സൗകര്യ വികസനവും നടപ്പാക്കുവാൻ സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞുവെന്ന് ആരോഗ്യ വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി വീണ ജോർജ് തൃശൂർ മെഡിക്കൽ കോളേജിൽ 23.45 കോടി രൂപയുടെ 8 പദ്ധതികളുടെ ഉദ്ഘാടനവും 3 പദ്ധതികളുടെ നിർമ്മാണ ഉദ്ഘാടനവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ നവീകരണം അന്തിമഘട്ടം പൂർത്തിയാകുന്നു. 12.7 കോടി രൂപയുടെ പ്രവർത്തനങ്ങളാണ് പൂർത്തിയായത്. പ്രവേശന കവാടവും മേൽക്കൂരകളും പാർക്കിംഗ് സൗകര്യവും ഉൾപ്പെടെ തയ്യാറായി. AC കാത്തിരിപ്പ് കേന്ദ്രവും പുതിയ ടിക്കറ്റ് കൗണ്ടറും നവീകരണത്തിന്റെ ഭാഗമായി ആരംഭിച്ചു. വടക്കാഞ്ചേരി മണ്ഡലം പട്ടയമേള ആഗസ്റ്റ് 2 വൈകിട്ട് 4 മണിക്ക് വരടിയം ഗവൺമെന്റ് UP സ്കൂൾ അങ്കണത്തിൽ വെച്ച് നടക്കും. റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ പട്ടയമേള ഉദ്ഘാടനം ചെയ്യും. വടക്കാഞ്ചേരി നിയോജക മണ്ഡലത്തിലെ താമസക്കാരായ 530 കുടുംബങ്ങൾക്ക് പട്ടയങ്ങൾ വിതരണം ചെയ്യുമെന്ന് സേവ്യർ ചിറ്റിലപ്പള്ളി MLA പറഞ്ഞു. വടക്കാഞ്ചേരി കുമരനെല്ലൂർ സ്വദേശിയായ മരമുറി തൊഴിലാളിക്ക് രക്ഷകരായി ഫയർഫോഴ്സ് ജീവനക്കാർ. കുമരനെല്ലൂർ കൊടക്കാടത്ത് വീട്ടിൽ 60 വയസ്സുള്ള കൃഷ്ണൻകുട്ടിയെയാണ് ഫയർഫോഴ്സ് അതിസാഹസികമായി നെറ്റിന്റെ സഹായത്താൽ താഴെയിറക്കിയത്. പ്രസിദ്ധമായ നെല്ലുവായി ധന്വന്തരി ക്ഷേത്രത്തിൽ ഔഷധ സേവയും ആനയൂട്ടും വെള്ളിയാഴ്ച നടന്നു. ക്ഷേത്രം തന്ത്രി കീഴ്മുണ്ടയൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട് കോട്ടയ്ക്കൽ ആര്യവൈദ്യശാല ചീഫ് പ്രൊഡക്ഷൻ മാനേജർ ഡോക്ടർ മുരളീധരന് ഔഷധം നൽകിക്കൊണ്ട് ഔഷധ സേവയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഗജവീരൻ ഊക്കൻസ് മുഞ്ചുവിന് ആദ്യ ഉരുള നൽകിക്കൊണ്ട് കൊച്ചിൻ ദേവസ്വം ബോർഡ് സെക്രട്ടറി P. ബിന്ദു ആനയൂട്ടിന് തുടക്കം കുറിച്ചു.